ലിറിക്സ് പഠിക്കാനുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപ്പൂസ് കിച്ചൺ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ദിവസം മുഴുവനായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അപ്പൂൻ്റെ ബർത്ത്ഡേയും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഞായറാഴ്ച. ഇപ്പോഴത്തെ വീക്കെൻഡൊക്കെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടിയൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പൂനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കുട്ടിയല്ലേ, അവൾ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അപ്പു ഉള്ളത്. ഏതായാലും അപ്പൂനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ള ആഗ്രഹമാണ് ചെറുപ്രായത്തിൽ അവർക്ക് മാത്രമായിട്ട് ഇരുന്ന് കളിക്കാനും പഠിക്കാനും വരയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു സ്ഥലം കൊതിക്കുക എന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾക്ക് കനോപ്പിയൊക്കെ കെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അപ്പൂന് ഒരു ചെറിയ സ്റ്റഡി ടേബിൾ അവൾക്ക് സ്വന്തമായിട്ട് വേണമെന്നാണ് പറയുന്നത്. സാധാരണ വീട്ടിലുള്ള സ്റ്റഡി ടേബിളും അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ വക ഒരു DIY സ്റ്റഡി ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടീപ്പോയ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിനായി ഞാൻ വീട്ടിൽ ഉള്ള ഒരു വലിയൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിന് മുകളിലൊരു ബെഡ്ഷീറ്റ് മതിയായ അളവിൽ മുറിച്ചെടുത്തിട്ട് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വരയ്ക്കാനുള്ള സൗകര്യത്തിനായിട്ട് അതിന് മുകളിലൊരു മൾട്ടിവുഡിൻ്റെ ബാക്കി വന്നൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡിന് ബോക്സിനേക്കാൾ ഇത്തിരി വലിപ്പം കൂടുതലാണ്. അത് മുറിച്ചെടുപ്പിക്കാനൊന്നും കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വരാന്തയിൽ ഒരു കോർണറിൽ വെച്ചിട്ട് അതിന് മുകളിൽ അപ്പൂൻ്റെ ബുക്സും ബാഗും വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് അവൾക്ക് പഠിക്കുമ്പോൾ എടുക്കാനുള്ള ഇയർഫോണും മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കയ്യെത്തും ദൂരത്ത് എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ട് അവളെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തത് ബർത്ത്ഡേയുടെ തലേത്തെ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പോൾ തലേത്തെ ദിവസം രാത്രി കിടക്കാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 12 മണിയായപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു. നല്ല സന്തോഷമായിട്ട് അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ. ഹലോ. ഓക്കെ, അപ്പൂക്ക് ബർത്ത്ഡേ സമ്മാനം നോക്കെന്താ? കുളിച്ചിട്ട് നോക്കുന്ന അല്ല ഇപ്പം നോക്കുന്ന? രാവിലെ തന്നെ എനിക്ക് കേക്കിൻ്റെ പണിയൊക്കെ ബാക്കി കിടപ്പുണ്ടായിരുന്നു. സാധാരണ ഞാൻ കേക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാറാണ്. അപ്പോൾ ഇതിപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്ത് ഐസിങ് ചെയ്ത് നമ്മൾ കേക്ക് റെഡിയാക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഞാൻ കാലത്ത് എഴുന്നേറ്റിട്ടാണ് ചെയ്തത്. ആ ഒരു സമയത്ത് തന്നെ അപ്പോൾ ഉണർന്ന് എണീറ്റ് വരുന്നുണ്ട്. അവൾ എണീറ്റ് വന്നപ്പോൾ ഞങ്ങൾ അവൾക്കായിട്ട് ഒരുക്കി വെച്ച സമ്മാനപ്പെട്ടികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമ്മാനപ്പെട്ടി ഞങ്ങൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വാങ്ങിച്ച കുറച്ച് ബൗൾസിൻ്റെ കവറാണിത്, അതിൻ്റെ ബോക്സസാണിത്. അപ്പോൾ ആ ബോക്സ് എടുത്തിട്ട് അതിന് മുകളിൽ ജാച്ചി വരച്ചിട്ടാണ് ഈ സമ്മാനപ്പെട്ടികളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ജാസ്മിൻ വളരെ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യേണ്ട വന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബലൂണ് പോലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൂൻ്റെ ബർത്ത്ഡേയുടെ തലേത്തെ ദിവസം കുറച്ച് ദിവസം എനിക്ക്
ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിനും മറ്റും പോകാൻ പറ്റിയില്ല. അപ്പോൾ അപ്പൂൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത്തവണ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചത്. അങ്ങനെ അപ്പൂസ് കുളിയും ചമയും ഒക്കെ കഴിഞ്ഞ് വന്ന് കേക്കൊക്കെ നോക്കുന്ന തിരക്കിലാണ്. അവൾക്ക് കേക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളെ പ്രിയപ്പെട്ട റിഫൂട്ടിയും റപ്പൂസും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുമെന്നും പറഞ്ഞിട്ട് ഇവിടെ വലിയ കാത്തിരിപ്പിലാണ്. അപ്പോൾ ആരെയും വെയിറ്റ് ചെയ്യുന്നു? ഉച്ച കഴിഞ്ഞതിന് ശേഷം അനിയത്തിയും മക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ റിഫൂട്ടി വന്ന ഉടനെ അവൾ സ്വന്തമായിട്ട് അപ്പൂന് വേണ്ടിയിട്ടുണ്ടാക്കിയ കാർഡൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. അനിയത്തിയും മക്കളൊക്കെ കുറേ ഗിഫ്റ്റ്സൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബോക്സൊക്കെ തുറന്നു നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പു. അങ്ങനെ അവർ ഗിഫ്റ്റൊക്കെ നോക്കി. പിന്നെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് നേരം പോയതേ അറിഞ്ഞില്ല. വാട്ടർ ബലൂണിൽ വെള്ളം നിറക്കുകയും അതെറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ ഒരു സ്നേഹിത ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അവരെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. അങ്ങനെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് രാത്രിയത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയൊക്കെ നോക്കിയത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് രാത്രിയത്തേക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. അപ്പോൾ ഞാൻ അനിയത്തിയും വരുന്ന വഴിക്ക് പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചിക്കൻ ഫ്രൈയും മയണൈസും സാലഡും പിന്നെ വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കിയത്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും കളിച്ചിരികളിലാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് റിഫൂട്ടി? കുട്ടി ഹലോ. കുട്ടിക്ക് ഉറക്കം വന്നല്ലേ? ടേസ്റ്റ് ഉണ്ടോ? ഏതായിട്ട് ടേസ്റ്റ്? ഏത് ചിക്കൻ അല്ലേ? അത് മാത്രം മുത്തമാക്കിയത്. ആ ശരി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ. നല്ലൊരു ദിവസം കൂടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.
നമ്മളിപ്പോൾ ചാനൽ എല്ലാവരോടും കാണണം എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് എത്ര പേരിലേക്ക് ഈ ചാനൽ റീച്ച് കിട്ടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര പേർക്ക് എൻ്റെ ചാനൽ കാണാനൊക്കെ ഇഷ്ടമുണ്ടാവുന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്തിരി പേര് എൻ്റെ ചാനലൊരു അറ്റ്ലീസ്റ്റ് 100 വ്യൂസൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ 100 വ്യൂസൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്തെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിട്ട് മാറിയേനെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നതിനും കുഴപ്പമില്ല കേട്ടോ. എന്നാലും നിങ്ങൾ എന്തുകൊണ്ടാണ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും അത് മിക്ക ആൾക്കാരും ലൈക്ക് ബട്ടൺ അങ്ങ് ഡിസേബിളാക്കി വെക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞാനിതുവരെ അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടമായെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് എനിക്ക് കാണിക്കാനുള്ളൊരു സംവിധാനമാണല്ലോ അത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. Kita